അന്തരിച്ച CPIM നേതാവ് MM ലോറൻസിന് മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകരുതെന്ന് ആവശ്യപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി. MM ലോറൻസിന്റെ മകളാണ് കോടതിയെ സമീപിച്ചത്. ഹർജി ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും. ശ്രീകാന്ത് വിവരങ്ങളുമായി ചെന്നു. ശ്രീകാന്ത്, ദൗർഭാഗ്യകരമായ ഒരു വാർത്തയായി പോയത്. എന്താണ് മകളുടെ ആവശ്യം? അതിൽ കോടതി എപ്പോൾ തീരുമാനമെടുക്കുമെന്ന് കരുതണം ശ്രീകാന്ത്? പക്ഷേ കഴിഞ്ഞ ദിവസം തന്നെ ഈ ലോറൻസിന്റെ മകൾ ആശ ലോറൻസ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഇത് മാമോദിസ മുക്കിയിട്ടുണ്ട് തന്റെ പിതാവിനെ, അതിനാൽ പള്ളിയിൽ അടക്കം ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. പള്ളി സെമിത്തേരിയിൽ അടക്കം ചെയ്യണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. പക്ഷേ ഇത് തീരുമാനം അങ്ങനെയല്ല വന്നത്. നേരെ മറിച്ച് മെഡിക്കൽ കോളേജിന് മൃതദേഹം വിട്ടു നൽകാനുള്ള തീരുമാനം വന്നു. പക്ഷെ അത് അംഗീകരിക്കാനാകില്ല എന്ന് അവർ വ്യക്തമാക്കി. ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് അവരിവിടെ എത്തി ആവശ്യം വീണ്ടും ഉന്നയിച്ചു. പക്ഷേ അത് കാര്യമായി ചെവിക്കൊണ്ടില്ല എന്ന് തോന്നുന്നു. തൊട്ടു പിന്നാലെ ഹൈക്കോടതിയിൽ ഹർജി എത്തി. ഇപ്പോൾ 1:45 സ്പെഷ്യൽ മെൻഷനിങ്ങിലൂടെ ജസ്റ്റിസ് VG അരുണിന്റെ ബെഞ്ച് ഈ കേസ് പരിഗണനയ്ക്കെടുക്കും. അതിൽ എന്താകും തീരുമാനം എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇവിടെ പൊതുദർശനമൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. 4 മണിക്ക് മൃതദേഹം ഔദ്യോഗികമായി മെഡിക്കൽ കോളേജിന് വിട്ടു നൽകാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ കോടതി തീരുമാനം എന്താകും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അല്ല ശ്രീകാന്ത്, ഇതിൽ സമ്മതപത്രം എന്നുണ്ടല്ലോ. ഇപ്പോൾ സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം അവിടെ എയിംസിന് കൈമാറുമ്പോൾ സമ്മതപത്രം ഒപ്പിട്ട് നൽകുക എന്ന ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഉറപ്പായും മകളുടെ ഒപ്പ് വേണ്ടി വരില്ലേ ശ്രീകാന്ത്? സാങ്കേതികമായും നിയമപരമായും ഒക്കെ നോക്കിയാൽ ഹാഷ്മി അതൊക്കെ വേണം. കാരണം ഒരു മകനുണ്ട്, മകന്റെ ഒപ്പുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അത് പോരാ എന്നുള്ള കാര്യം പറയുന്നു. കുടുംബത്തിൽ ചില ആളുകൾ ഇത്തരത്തിൽ മറ്റു ചില ആളുകൾ കൂടി ഇത്തരത്തിൽ എതിർപ്പ് ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആശാ ലോറൻസ് അവകാശപ്പെടുന്നത്. അത് കേൾക്കാതെയാണ് ഈ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. കോടതി അത് നിയമപരമായ കണ്ണിലൂടെയാണ് നോക്കുന്നതെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാര്യങ്ങൾ, നിർഭാഗ്യകരമായ കാര്യമായിരിക്കും. അത് കാത്തിരുന്ന് കാണാം. ജസ്റ്റിസ് VG അരുണിന്റെ ബെഞ്ചിൽ ഇതുവരെ അദ്ദേഹം എത്തിയിട്ടില്ല. ലഞ്ച് ബ്രേക്കിന് പിരിഞ്ഞതാണ്. 1:45 എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. ഒരു 2 മണിക്ക് അദ്ദേഹം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹാഷ്മി, വിപ്ലവ നേതാവ്, അടിസ്ഥാന വർഗത്തിൻ്റെ നേതാവ്, ഒരുപാട് പേരെ സമര പോരാട്ട മുന്നണിയിലേക്ക് കൊണ്ടുവന്ന ഐതിഹാസികനായ ഒരു നേതാവ്, അദ്ദേഹത്തിൻ്റെ മരണശേഷം അത്തരത്തിലൊരു വിവാദം ഉണ്ടാകുന്നത് എന്തായാലും ദൗർഭാഗ്യകരമാണ്. അത് കൂടുതൽ വലിയ ചർച്ചകളിലേക്ക് പോവാതെ, കൂടുതൽ വിവാദങ്ങളാവാതെ അവസാനിക്കട്ടെ എന്നാഗ്രഹിക്കാനല്ലേ പറ്റൂ.